ചങ്കുകളെ നമസ്കാരം. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമില്ലാത്ത രാവുകളാണ്. കാരണം വേറെ ഒന്നുമല്ല, 15-ാം തീയതി മുതൽ നമ്മുടെ ബിഗ് ബോസ് വരികയാണ്. അപ്പം എല്ലാവരും തയ്യാറായിട്ട് നിന്നോ. നമ്മുടെ ചാനൽ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. സത്യം പോലെ പറയത്തുള്ളൂ കേട്ടാ. അല്ലാതെ നുണയൊന്നും പറഞ്ഞ് ആരെങ്കിലും സൂചിപ്പിക്കാൻ അതിന് ഇതിനൊന്നും നിൽക്കത്തില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഗ്നിപരീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ചീറ്റിയ പടക്കമാകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം അഖിൽ മാരാറ് തന്നെ ഒരു നിലപാടും ഇല്ലാത്ത, ഒരു വിലയും ഇല്ലാത്ത, പറഞ്ഞ വാക്കിന് ഒരു ചെറിയൊരു കൊതുകിന്റെ വില പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കൊണ്ടുവന്ന് ഇത്രയും വലിയ ചാനലിൽ ഇത്രയും വലിയ പ്രോഗ്രാമിൽ ഇരുത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ എന്താ വിചാരിക്കേണ്ടത്? അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മണ്ടൻ ഷോയാണ്. ആ ഷോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിച്ചതും അങ്ങേരാണ്. അങ്ങേര് തന്നെ ഇപ്പം പലതും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇനി ഇത് മാറ്റി ഷൂട്ട് ചെയ്യുന്ന അനിയാ നല്ലത്. ആദ്യം തന്നെ ചീറ്റിന്നേ ഞാൻ പറയുള്ളൂ. തുടക്കം തന്നെ പാളിയിട്ടുണ്ട്. ഇത് എവിടെന്നും കിട്ടാത്തതുപോലെ എവിടെന്നോ കുറച്ച് ജഡ്ജസിനെയും കൊണ്ടുവന്ന്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിനീഷ പോട്ടെ, കുഴപ്പമില്ല, എങ്ങനെയും ഒപ്പിച്ച് വിടാം. അല്ല, എന്താ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു മര്യാദയ്ക്ക് പോകേണ്ട ഒരു ഷോ അല്ലേടി. ആ ഷോയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാനദണ്ഡങ്ങൾ നിങ്ങൾ നോക്കണ്ടേ? ഇതെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ഈ അഖിൽ മാരാർ എന്ന് പറയുന്നയാള് കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഒരു കാര്യത്തിന് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അങ്ങേര് എന്ന് പറഞ്ഞ അവസരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് പലരെയും ഭയങ്കരമായിട്ട് ദ്രോഹിച്ചൊരു മനുഷ്യൻ തന്നെയാണ് ഈ അഖിൽ മാരാർ എന്ന് പറയുന്നവൻ. ഞാൻ പറയുന്നു, കൃത്യമായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ. അയാൾ ഇലക്ഷൻ്റെ ആ ഒരു സമയത്തൊക്കെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊക്കെ കേട്ടതല്ലേ? അതായത് ഒരു ബലി പോലും സ്ത്രീകൾക്ക് വരെ, എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രസവത്തെ പറ്റിയൊക്കെ അയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരാളെ കൊണ്ടുപോയിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ ഇതിന്റെ ഡയറക്ടർമാർ പൈസ വാങ്ങിച്ച് നക്കിയിട്ടാണോ ഇതൊക്കെ കൊണ്ടുവെക്കുന്നത്? എനിക്കറിയില്ല കേട്ടാ. അതായത് ഇവന്റെ കയ്യിൽ നിന്ന് വല്ല ചില്ലറയും വാങ്ങിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഞ്ഞിക്ക് വകയില്ലാതെ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ അടുത്ത ബൈക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാ വണ്ടിയും കാര്യങ്ങളെല്ലാം വിറ്റു പറഞ്ഞു. ഇപ്പോഴും എന്ന് പറഞ്ഞ് സമ്പാദ്യങ്ങളെല്ലാം ചോർന്നു പോയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി അതുകൊണ്ട് എനിക്ക് 500 ചോട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അവിടെ ചായ വാങ്ങിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിർത്തിയാൽ പോരെ. അല്ലാതെ ഇവനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ അഗ്നിപരീക്ഷേൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുണ്ടോ? അയാൾ ശരിക്കും പറഞ്ഞാൽ അയാൾ ഇട്ടോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിയുടെ എല്ലാം നശിച്ചു പോയി, അത്രയും ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആ കപ്പ് കൊടുത്ത സീസൺ തന്നെ എന്ന് പറഞ്ഞൊരു വിവാദമാണ്. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ചും കൂടി അതിൻ്റെ വിശ്വാസ്യത മൊത്തത്തിൽ പോയി കിട്ടി. അപ്പോൾ ഈ അഗ്നിപരീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് 8ന്റെ പണി 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന പോലെ ആകും. അതായത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളിത് കാണും. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതൊരു നനഞ്ഞ പടക്കമാകും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ 2-3 സീസണിൽ നമ്മൾ കണ്ടതല്ലേ ഓരോരോ കാര്യങ്ങൾ ഇവർ കൊണ്ടുവരും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ന്റെ നിലയിൽ പൊട്ടിയിട്ടെങ്കിൽ താഴെ പോവുകയും ചെയ്യുമായിരുന്നു. അതാ സംഭവിക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോഴ് കുറച്ച് ട്രെയിലറും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടതിലാണ് ഈ ജഡ്ജസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അയ്യോ, ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോകം തന്നെയായിരുന്നു. അതായത് ഈ ജനങ്ങൾ വെറുപ്പിച്ചു വിട്ട കുറേ എണ്ണത്തിന് എന്തിനാണോ വെറുതെങ്കിലും വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നത്? ജനങ്ങൾ എന്ത് സത്യം പറയാം, എൻ്റെ ടി വി ആയതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പ്രമോ വന്നപ്പോൾ എൻ്റെ ടി വി ആയിപ്പോയി അവിടുന്ന്. ബിഗ് ബോസുകാരോടനെ പറയുന്നത്, ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ കുറച്ചൊക്കെ, അതായത് വെറുതെ ഈ എന്താ പറയേണ്ടത്, ഈ പൈസ വാങ്ങി ഒരു ചാനൽ നശിപ്പിക്കാതെ, ഒരു ഷോ നശിപ്പിക്കാതെ, പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ ഷോ മൊത്തം നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജോലിക്കാരാന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. എന്തൊരു വളരെ മോശമായ കാര്യമാണ്. അപ്പോൾ ഏതായാലും കിടക്കട്ടെ. ഇനി ബിഗ് ബോസിന്റെ നമ്മുടെ അഗ്നിപരീക്ഷയും കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 15-ാം തീയതി മുതൽ നല്ല ചുമയുണ്ട് കേട്ടോ. 15-ാം തീയതി മുതൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ 15-ാം തീയതി മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് വരണം. നമുക്ക് ഇവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി താരതമ്യം ചെയ്യണം. അതാണെന്ന് വേണ്ട, നമുക്ക് നല്ലൊരു റിവ്യൂ ഉണ്ടാക്കണം. അപ്പോൾ അതിന് പ്രേക്ഷകരെയും കൂടി ഞാൻ എൻ്റെ ചാനലിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്കും എന്തൊക്കെയോ പറയാനുണ്ടാകും. ആ നിങ്ങൾക്ക് പറയാനുള്ളതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മളോട് നേരിട്ട് പറയാം. നമ്മുടെ ചാനലിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ പോലും അങ്ങനെ പിന്തുണക്കുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് ചെയ്യുന്ന പരിപാടി ഞാനങ്ങ് പണ്ടേ നിർത്തിയിനി. ഉള്ള കാര്യം എന്താ, നമ്മൾ ഈ പൈസയും കൊടുത്ത് ഇതും കൊടുത്ത് വോട്ടിങ് ചെയ്യാൻ ഇവന്മാരാണെങ്കിലും എന്ന് പറഞ്ഞ ഇത് എന്നാ PR മറ്റേതും ഇതെല്ലാം ആക്കിയിട്ട് അങ്ങ് ഉണ്ടാക്കാൻ നിൽക്കുന്നതാണെങ്കിൽ ഇതെന്താ ചെയ്യുക? ഇനി കഴിഞ്ഞ പ്രാവശ്യത്തോട് കൂടിയിട്ട് ഇതിൻ്റെ വിശ്വാസ്യത മൊത്തം പോയിട്ടുണ്ട്. എത്ര പൈസ മുടക്കിയിട്ട് ആൾക്കാരുടെയും ഇത് ചെയ്യുന്നത് അറിയാം. സബ്സ്ക്രിപ്ഷൻ എടുത്ത് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയേണ്ടത്, വോട്ട് ചെയ്ത് ആ വോട്ടിന്
ആ വോട്ടർമാർക്ക് ഒരു വിലയും കൊടുക്കാത്ത ഒരു സീസണായിരുന്നു കഴിഞ്ഞ സീസൺ കടന്നുപോയത്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചീറ്റിപ്പോയ ഒരു സീസൺ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തുടക്കം തന്നെ എന്ന് പറഞ്ഞാൽ പാളിയതാണ്. കാരണം മാരാറുടെ ഉടായ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മാരാറ് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. അയാളുടെ ലക്ഷ്യം പണം മാത്രമാണ്. അയാൾ ഇപ്പോൾ ഇലക്ഷനിൽ നിന്ന് അയാൾ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എനിക്ക് വോട്ട് ചെയ്യുന്നതാണ് അയാൾ വിചാരിച്ചത്. അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ അങ്ങനെ വിചാരിച്ചു പോയത്. ഏതായാലും അയാൾക്ക് പിന്നെ എന്താ പറയുക 10 വോട്ട് പോലും കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ അയാൾ സാബുവിനെ തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. സാബു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ത് മണ്ണാങ്കട്ട ചെയ്തു എന്ന്. സാബു വലിയൊരു ബിസിനസ്സുകാരനാണ്, അല്ലെ പിന്നെ ഇയാളെയും കൂടി പാർട്ട്ണറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെ മാരാർ ഏതായാലും എന്ന് പറഞ്ഞാൽ അടുത്ത പാർട്ടിയിലേക്ക് ചേക്കേറാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കോൺഗ്രസ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മാർക്സിസ്റ്റും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ റേഡിയോ എടുക്കുക, പിന്നെ ലീഗിലേക്ക് പോകാൻ പറ്റൂലല്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെല്ലാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമല്ല. അങ്ങനെ ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് നല്ല തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ജനങ്ങളെ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി വെറുപ്പിക്കൽ, അഹങ്കാരത്തിനുള്ള ശിക്ഷ തന്നെയാണ് മാരാർക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് മാരാർ ഇന്നലെ വളരെ സങ്കടത്തോടു കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം പോയി, എൻ്റെ ബൈക്ക് പോയി, അയാൾ സ്വർണം പോയി, ഇതെല്ലാം പോയിട്ട് അയാൾ സങ്കടത്തോടു കൂടി പറയണമെന്നുണ്ടെങ്കിൽ ദൈവം ഉണ്ട് മക്കളെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ അഹങ്കാരവും കാര്യങ്ങളൊക്കെ കാണുമെന്ന് തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ടാവും, മോനെ നീ ഒന്നും കൂടി മാങ്ങിയെല്ലാം വിറ്റിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് പണ്ടൊരു കഥയില്ലേനോ, അതായത് കുറേ കുട്ടികളിങ്ങനെ പിന്നെ എന്താ പറയുക കുളത്തിലിങ്ങനെ നീന്തി കുളിക്കുന്നു, ഒരു കുട്ടി മാത്രം കരക്കിരിക്കുന്നു. ആ ഒരു സമയത്ത് പാർവതിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ശിവനും കൂടി അങ്ങനെ പോവാണ്. ആ സമയത്താണ് പാർവതി ശിവനോട് പറയുന്നത് ആ കുട്ടിക്ക് എന്താ പിന്നെ ചാടാൻ വേണ്ടിയിട്ട് കഴിയാത്ത. അപ്പോൾ ഒരു കണ്ണ് കാണൂല, അവനൊന്ന് കണ്ണ് കാണിച്ചു കൊടുക്കുക, അവനും കൂടി കളിക്കട്ടെ എന്ന്. അവന് കണ്ണ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരാളെ പോലും പിന്നെ ചാടാൻ പറ്റൂല എന്ന് പറയും. എന്നാലും ഒന്ന് നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു കുട്ടിക്ക് കണ്ണ് ഇത് കൊടുക്കുന്നു. അതിനുശേഷം തന്നെ ആ കുട്ടി മറ്റുള്ളവരെല്ലാം ഉപദ്രവിച്ച് അവരെല്ലാം ഓടിച്ചു വിട്ടു. ഈ കുട്ടി സ്വന്തമായിട്ട് ആ കുളത്ത് കുളിക്കാൻ തുടങ്ങി. അപ്പോൾ പരമശിവൻ പറയുകയും ചെയ്തു, ഇത് കണ്ടില്ലേ ഇങ്ങനെയുള്ള കഥകളുണ്ട്. അതുപോലെ തന്നെ ഈ അഖിൽമാരാറ് പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തപ്പോഴേ അഖിൽമാരാറ് വിചാരിച്ചില്ല എല്ലാം ദൈവം കാണുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് അഖിൽമാരാർക്ക് ഇത്രയും വലിയ തിരിച്ചടിയും കാര്യങ്ങളും. ഞാൻ പറഞ്ഞില്ല ഇനിയും സമ്പാദ്യങ്ങൾ പോകും. നമ്മൾ അഹങ്കരിച്ചോ എത്ര വലിയ അഹങ്കാരം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ തീർന്നു കഥ, മനസ്സിലായ? അതായത് ഒരു ആശുപത്രി ചെലവിനുള്ള പൈസ മാത്രമേ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ളൂ, അതുപോലും ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 10, 40 ലക്ഷം ഉണ്ട്, 50 ലക്ഷം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊന്നും തീരാൻ വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഒന്ന് അടിച്ചു പൊളിക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ, എൻ്റെ കൂടെ ഉണ്ടാവണം, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാനുള്ളത്, അതായത് ഈ തെയ്യം, നിങ്ങൾക്ക് തെയ്യം കാണണമെങ്കിൽ തെയ്യം ടൂർ എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. ആ ഒരു തെയ്യം ടൂറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ വന്ന്, അതായത് പിന്നെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ നടക്കുന്ന തെയ്യത്തിന് നിങ്ങൾ അറിയിക്കുന്നതാണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ, അതായത് ഒരു ദിവസത്തെ പ്രോഗ്രാമാണ്. തെയ്യത്തിന് പോകാം, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് അവിടെ താമസിച്ച് അതിനുശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാം. അങ്ങനെ ഒരു തെയ്യം ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണമെങ്കിലും നിങ്ങൾക്ക് പേര് നൽകാവുന്നതാണ്. അപ്പോൾ നല്ല ചുമയുണ്ട് കേട്ടോ. പിന്നെ കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരെ. ബൈ ബൈ.